guys, welcome back to the yet another video of Let's Talk More Tech. നമ്മൾ ഈ ചാനലിൽ ഫുള്ളി ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് മാത്രമാണ് ചെയ്ത് ആസ് യു ഓൾ നോ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ ചെക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലെ ഐറ്റം ആയിട്ടാണ്. സോ ഇതിന്റെ അൺബോക്സിങ് ഞാൻ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഷോർട്സ് കണ്ടിട്ട് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് വന്ന ആളാണെങ്കിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. സോ ഇതിൽ എന്തൊക്കെയുണ്ട്, ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ഒരു റിവ്യൂ ആയിരിക്കും ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു ബോക്സിലാണ് വരുന്നത്. ഇവിടെ ഡി ജിന്റെ നെയിമും പിന്നെ അതേപോലെ ഈ ഒരു ഐറ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സാധാരണ പോലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചൈനീസ് വേർഷൻ ആണ്, അറിയാലോ ഡി ജി ചൈനീസ് ബ്രാൻഡ് ആണെന്നുള്ളത്. മെയ്ഡ് ഫോർ ഐഫോണിന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മള് ഇതിന്റെ മേലെ ഒരു റാപ്പ് ഉണ്ടായിരുന്നു. ആ റാപ്പിൽ ഓൾറെഡി ആൻഡ്രോയിഡിലേക്കൊക്കെ കോമ്പാറ്റബിൾ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും അതും ഒന്ന് കൺഫേം ചെയ്യണം. ഞാൻ മേടിക്കുന്ന സമയത്ത് ഓൾറെഡി കൺഫേം ചെയ്തതാണ്. ഓക്കെ, ലെറ്റ്സ് അൺബോക്സ്. യെസ്, ഉള്ളോ ബുക്കും പേപ്പറും. പിന്നെ നമുക്ക് ഇതിന്റെ ഗൈഡൻസ് കാര്യങ്ങളും. ഇത് വലിയൊരു പേപ്പറാണ്. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ നമുക്കിത് മാറ്റി വെക്കാം. യെസ്, ബി ജെന്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. നല്ല രസം കാണാൻ. ഓക്കെ, അപ്പൊ നമുക്ക് പാർട്ട് ഓഫ് ദിസ് വേറെ എന്തൊക്കെയാണ് നമുക്ക് ബോക്സിലുള്ളത്? എന്താ? ഓക്കെ, ഒരു ടാഗ്. സോറി. ഓക്കെ, അപ്പൊ ബോക്സ് നമുക്കിനി മാറ്റിക്കാം. ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾ കേസ് എടുത്ത് അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, ശരി, നമുക്കിത് മാറ്റി. ഇത്തരത്തിലൊരു പൗച്ചിലാണ് ഇത് വരുന്നുണ്ടാവുക. അതെ, നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. ഈ ഒരു സാധനം പറിച്ച് കളയാൻ നോക്കിയിരുന്നു. ഓക്കെ, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പൗച്ച് തന്നെയാണ്. യെസ്, ഇതിനകത്ത് നമുക്ക് വയേഴ്സ് എന്തൊക്കെയാ? ഇത് ചാർജിങ് കേബിൾ ആണ്. USB A to C ആണ് കേട്ടോ. അതെ, USB A to C ആണ്. പിന്നെ ഓക്കെ, ഇത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോ കേബിൾ ആണ്. പിന്നെ പാർട്ട് ഓഫ് ദിസ് രണ്ട് പിൻ ബ്ലാസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഒരു അല്ലാത്തൊരു വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്നൊരു സോൾട്ട് ആൻഡ് പെപ്പർ ഉപ്പും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫർ ബ്ലാക്കും സോൾട്ട് ആൻഡ് പെപ്പർ കളറും. ഓക്കെ, പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് സിലിക്കണുള്ളത്. ഇതാണ് നമ്മുടെ കേസ് ഡി ജിന്റെ. ഓക്കെ, ഓക്കെ, ഇത് മെയിൻലി കോമ്പറ്റേറ്റർ ആയിട്ട് വരുന്നത് നമ്മുടെ ഹോളി ലാൻഡിന്റെ ലാർക്ക് M2 മൈക്രോഫോൺ, മീൻസ് വയർലെസ് മൈക്രോഫോണിനാണ്. അപ്പൊ അതിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അതിനൊരു 12,000 ആ റേഞ്ച് ഒക്കെയാണ് പ്രൈസ് വരുന്നത്. ഇതിന് ഇപ്പം ഒരു 16,000 ആ ഒരു റേഞ്ച് പ്രൈസ് വരുന്നുണ്ട്. അപ്പം രണ്ടിന്റെ ക്വാളിറ്റി ഡിഫറൻസ് എന്താ വെച്ചാല് എന്താ പറയാ, ഇപ്പോ കമ്പയറിങ് നമ്മുടെ കാർ കമ്പനീന്റെ ഒക്കെ കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഭയങ്കര പ്രീമിയം ബ്രാൻഡുകളായിരിക്കും ആൾക്കാർ എപ്പോഴും ചൂസ് ചെയ്യുക. നമ്മളെ പെർഫോമൻസ് നോക്കാതെ പലരും ബ്രാൻഡ് ചൂസ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഡി ജെ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ എന്താ പറയുക, ക്യാമറാസ് ബിൽഡ് ചെയ്യും, അതേപോലെ തന്നെ ഡ്രോൺസ്, അതേപോലെ അങ്ങനെ നമ്മുടെ ഗിംബൽസ് എല്ലാം ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് അതൊരു പ്രീമിയം ഇതാണെന്ന് എല്ലാവർക്കും ഒരു ഓൾറെഡി ഒരു പ്രീ ജഡ്ജഡ് ആണ്. ആ ഒരു വാല്യൂ ഒരു ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ലാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്രോഫോണ്, ഐ മീൻ ഹോളിലാൻഡിന്റെ ആ ഒരു മൈക്രോഫോണ്, അവരത് മാത്രമേ
കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആൾക്കാർ കൂടുതൽ DJയെ ചൂസ് ചെയ്യുന്നത്, ആ ഒരു ബ്രാൻഡ് അറിയാത്തതുകൊണ്ട് ഹോളി ലാൻഡ്. അപ്പൊ അതാണ് DJ എല്ലാവരും ചൂസ് ചെയ്യാൻ കാരണം ഇതിന്റെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ഇത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ഇത് അത്യാവശ്യം ഫേമസ് ആണ്, റിനൗണ്ട് ആണ്, എല്ലാവർക്കും അറിയുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ടാണ് എല്ലാവരും ഇത് ചൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ യൂസ് കേസിന് അധിക കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇപ്പോൾ ഹോളി ലാൻഡിൽ RKM2ന്റെ ആ ഒരു മൈക്ക് ഒരു ബട്ടൺ മൈക്കാണ്, അതാണ് ചൂസ് ചെയ്തിട്ടത്. നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം, നിങ്ങളെ യൂസ് കേസിന് ഏറ്റവും ആപ്റ്റബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ സൗണ്ട് ക്വാളിറ്റി അല്ല ഉദ്ദേശിച്ചത്, ഒരു ബ്രാൻഡിന്റെ ക്വാളിറ്റി ആ ഒരു ഇതിൽ നിങ്ങളെ എക്കോസിസ്റ്റത്തിൽ നിന്ന് പോകുന്ന ഒരാൾ DJന്റെ ഓസ്മോ പോക്കറ്റ് 3 ഉണ്ട്, ആക്ഷൻ ക്യാമറ ഉണ്ട്, അതേപോലെ തന്നെ അങ്ങനത്തെ ഇത് യൂസ് ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ ചൂസ് DJ ഓവർ ഹോളി ലാൻഡ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇതിന്റെ പുറമെ ബിൽഡ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബിൽഡിൽ തന്നെ തീരെ ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 4 LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കേസിന്റെ ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. പിന്നെ ഇവിടെ DJന്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ലൈറ്റ് അതിന്റെ കുറെ വോൾട്ടേജ് റെഫറൻസും കാര്യങ്ങളൊക്കെ താഴെ. ഓക്കെ, അപ്പൊ ഇത് ഓൾറെഡി ലോക്ക്ഡ് ആയിട്ടാണ് വരിക. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പ്രസ് ചെയ്യാനായിട്ട്. ഈ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കോണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറും പിന്നെ ഒരു കണക്ടറും ആണ് വരുന്നത്. പിന്നെ അതിൽ കുറച്ച് മേലേക്ക് കുറച്ചുകൂടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൈക്ക് ഇതിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റ് കവർ ചെയ്യാനുള്ള ഫറുകളില്ല, അതും കൂടെ വെച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ ഈ വയറൊക്കെ ഇതിന്റെ മേലെ നമുക്ക് പ്ലേസ് ചെയ്തിട്ടാണെങ്കിലും ഇത് അടയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഏതായാലും ഇതിന്റെ കോണ്ടൻസ് റിവീൽ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കാണുന്ന എന്താ പറയാ റിസീവർ. ഈ റിസീവറിനകത്ത് നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നമ്മുടെ വോളിയം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഗുഡ് തിങ് ആണ്. ഇതിന്റെ പ്രീവിയസ് ജനറേഷനെ കുറച്ചുകൂടെ വെയിറ്റ് കൂടിയതാണ്. ഇതിന് അത്യാവശ്യം ഒരു 10 ഗ്രാം ഒക്കെ വെയിറ്റ് വരുന്നുള്ളൂ. മീൻസ് 10-12 ഗ്രാം ഒക്കെ ഇതിന് ഈ ഒരു റിസീവറിന് വെയിറ്റ് വരുന്നുള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് അടിയിലായിട്ട് മാഗ്നറ്റിക് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസിൽ വെക്കുമ്പോൾ ചാർജ് ആവാനായിട്ടുള്ള ആ ഒരു സർഫസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൈക്ക് 1ഉം മൈക്ക് 2ഉം കണക്ട് ആയാലും കാണാൻ വേണ്ടിയിട്ടുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് ഞാൻ പറഞ്ഞ പോലെ വോയിസ് ലെവല് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ബാക്കിലായിട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാനായിട്ട് എവിടെയും ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ള സർഫസിൽ ആ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ക്യാമറയിലൊക്കെ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു വയറ് ഇവിടെ ഈ സൈഡിലൊരു ഇത് ഓക്സ് 3 ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓഡിയോ ജാക്ക് കണക്ട് ചെയ്തിട്ട് നേരെ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ അങ്ങനെ യൂസ് കേസ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പെയർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മളിത് പിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓൺ ആവും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഓൺ ആയിട്ടുള്ള LED ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് റിസീവറിൽ വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു റിമൂവബിൾ ആയിട്ടൊരു പോർട്ടിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു കണക്ടർ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കണക്ടർ ബോക്സിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇത് കുറച്ച് ടഫായിട്ടുള്ള സാധനം വെച്ച് കട്ട് കയറിയ സാധനം. ഓക്കെ, ഇത് ഇത്തരത്തില് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇത് ഫോണായിട്ട് കണക്ട് ചെയ്യുക ചെയ്യേണ്ടത്. ഇത്തരത്തിലാണ് യൂസ് കേസ് വരുന്നത്. ഊരിയെടുക്കാനും ഇടാനും കുറച്ച് പാടാന്ന് തോന്നുന്നു. യെസ്, മയപ്പെട്ട് വരേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കാം. പിന്നെ നമുക്ക് ഈ 2 ട്രാൻസ്മിറ്റേഴ്സ് ആണ് വരുന്നത്. രണ്ടും കുഞ്ഞൻ ഐറ്റംസ് നമുക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇത്രയും ഇതിന്റെ ഡയമെൻഷൻ വരുന്നുള്ളൂ. ഇതിന്റെ വെയിറ്റ് കറക്റ്റ് 10 ഗ്രാം ആണ്. റിസീവറിന്റെ വെയിറ്റ് ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ടാവും. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 117 mAh ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അപ്പം നിങ്ങൾക്കൊരു 10 മണിക്കൂറിന്റെ ഉള്ളിൽ, 10 മണിക്കൂറാണ് കമ്പനി
നമുക്ക് ലൈക്ക് ഓഫർ ചെയ്യുന്നത്. മീൻസ് പ്രോമിസ് ചെയ്തിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഐ മീൻ ഓരോ ട്രാൻസ്മിറ്ററിലും. അപ്പോൾ 10+10 20 മണിക്കൂർ രണ്ടും ഒരേ സമയം യൂസ് ചെയ്യുകയാണെങ്കിൽ 10 മണിക്കൂർ ഉണ്ടാവുള്ളൂ. നോയിസ് ക്യാൻസലേഷൻ ഡിസബിൾ ആയിട്ടാണ് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. ഇനബിൾഡാണെങ്കിൽ അതിനനുസരിച്ച് കുറയും. ഈ കുഞ്ഞിനൈറ്റത്തിൽ ഇത്രയൊക്കെ തരാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഹോളി ലാൻഡിന്റെ ആ ഒരു മൈക്കിലായാലും ഇത്രയൊക്കെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. നമ്മൾ ഈ ഒരു ട്രാൻസ്മിറ്റർ എടുക്കുകയാണെങ്കിൽ അടിയിൽ നമ്മൾ മാഗ്നറ്റിക് ചാർജിങ് ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് 2 ബട്ടൺസ് ഉണ്ട്. ഒന്ന് കണക്ട് ചെയ്യാനുള്ളതും ഒന്ന് പവർ ഓൺ ഓഫ് ബട്ടണാണ്. പിന്നെ മേലെ ആയിട്ടാണ് നമ്മളെ മൈക്കിന്റെ ഇൻലെറ്റ് വരുന്നത്. കുറച്ച് ഡോട്ട്സുകളാണ്. അതിന്റെ 2 സൈഡിലായിട്ട് 2 കറുത്ത കുത്തുകൾ കാണാൻ പറ്റും. ആ ഒരു ഡോട്ട് അല്ലെങ്കിൽ ആ ഒരു പോർട്ടിലേക്കാണ് നമ്മുടെ വിൻ ബ്ലാസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫർ നമ്മൾ വെക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിലായിട്ട് DJന്റെ ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളതിൻ്റെ കൂടെ ഒരു മാഗ്നറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെ വേണേലും നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ വിസിബിലിറ്റി ഇതിപ്പോൾ ബ്ലാക്ക് ടീഷർട്ട് ആയതുകൊണ്ട് ബ്ലാക്കിന് വിസിബിലിറ്റി കുറവാക്കി. ഇതിൻ്റെ ഒരു വൈറ്റ് വേരിയൻ്റ് കൂടെ ഉണ്ട്. വൈറ്റ് ടീഷർട്ടൊക്കെ ഇടുന്നവർക്ക് വൈറ്റ് വാങ്ങാം. ഇത് ഇത്തരത്തിലുള്ള ഒരു ഇതായിരിക്കും കിട്ടുക. പിന്നെ ഈ ഫർ റിമൂവ് ഇതായിരിക്കും കുറച്ചുകൂടെ വിസിബിലിറ്റി കുറവുണ്ടാവാൻ തോന്നുന്നു. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലുക്കായിരിക്കും കിട്ടുക. ഓക്കെ, അത്യാവശ്യം പവർഫുൾ മാഗ്നറ്റ് ആവും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ക്ലിപ്പും വരുന്നുണ്ട്. എവിടെയും ക്ലിപ്പ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ക്ലിപ്പ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ വിസിബിലിറ്റി കൂടുതലായിരിക്കും. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. തിരിച്ചിട്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് പറഞ്ഞ പോലെ ഈ 2 ബട്ടൺസ്, പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് പവർ ഓൺ ഓഫിന്റെ ഇൻഡിക്കേഷൻ ആണ്. അതായത് DJ മൈക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന LED ഇൻഡിക്കേഷൻ പവർ ഓൺ ഓഫിന്റെ ആണ്. ഈ സൈഡിൽ നമുക്ക് ഇതില് വോളിയം ലൈക്ക് നോയിസ് ക്യാൻസലേഷൻ എനേബിൾ ഡിസബിൾ ആവുന്നതിന്റെ ഇൻഡിക്കേഷൻ ഇവിടെ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് ഓൺ ഓഫ് ആക്കുന്നത് നമ്മൾ ഇത് കണക്ട് ചെയ്തതിന് ശേഷമാണ്. ഓക്കെ, ട്രാൻസ്മിറ്ററും റിസീവറും കണക്റ്റഡ് ആയ ശേഷമാണ്. സോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ബിൽഡ് നിങ്ങൾക്കൊന്ന് ആസ്വദിക്കാൻ വേണ്ടി തരികയാണ് ഞാൻ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ QR കോഡ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട്. ബ്രാൻഡിങ് അത്യാവശ്യം നല്ലൊരു സ്യൂട്ട് കേസിൻ്റെ നമ്മുടെ ഈ ട്രോളി ബാഗൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ള. ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി ഇതിൻ്റെ ലുക്കൊക്കെ. മറ്റേ ഹോളി ലാൻഡിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ ചെറുതാണ്, പക്ഷെ ഇതൊരു സ്ക്വയറിലാണ്. അതൊരു റൗണ്ടിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് ഒരു ബട്ടൺ സൈസ്, ബട്ടൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ബട്ടൺ അല്ല, കുറച്ചുകൂടെ ഒരു ചെറിയൊരു വലിയ ടൈപ്പിലാണ്. പിന്നെന്താ, ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കമ്പോണൻസ് ആയിട്ട് നമുക്ക് ബാറ്ററിയും കൂടെ വരുന്നതുകൊണ്ടാണ് ഇത്രയും സൈസ് വരുന്നത്. ഇത് 10 ഗ്രാമേ ഉള്ളൂ കേട്ടോ. എന്നാലും അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ബാറ്ററി കപ്പാസിറ്റി അങ്ങനെയാണ് വരിക. പിന്നെ കേസോടുകൂടി നമ്മൾ ഉപയോഗിക്കുക. കേസ് ഫുൾ ചാർജ് ആയിട്ട് ഇതും കൂടെ ചേർത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 48 hours ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് വിച്ച് ഇസ് ആക്ച്വലി എ ഗുഡ് തിങ്. പിന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് DJ, ഓസ്മോ പോക്കറ്റ് 3, ആക്ഷൻ ക്യാമറ, പിന്നെ അതേപോലെ അങ്ങനെയുള്ള ഇതിന്റെ റിസീവർ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ട്രാൻസ്മിറ്റർ മാത്രമായിട്ട് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ ഇത്രയും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി റിസീവർ ആ ഒരു ഇൻബിൽഡ് ക്യാമറയിൽ ഉണ്ടെങ്കിൽ, DJന്റെ തന്നെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ക്യാമറ ഉണ്ട്, അതിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം മാത്രം മേടിക്കാൻ കിട്ടും. അപ്പൊ ഇത് മാത്രം കണക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അല്ലാതെ തന്നെ ട്രാൻസ്മിറ്റർ ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഡ്രോൺ ഉണ്ട്. ഡ്രോണ് ഇതേപോലെ തന്നെ നമ്മള് ഫോണുമായിട്ട് നമ്മളെ ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്തിട്ട് അത് ഡ്രോണുമായിട്ട് നമ്മളെ മൈക്ക് അറ്റാച്ച് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. DJIന്റെ ഒരു എക്കോസിസ്റ്റം ഒരു ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. സോ ഈ കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ബിൽഡുള്ള കേസ് തന്നെയാണ്. ബാറ്ററി മെയിനായിട്ട് കോമ്പോണന്റ് ആയിട്ട് വരുന്നതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ബ്രാൻഡിങ് ആണെങ്കിലും ഒക്കെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് കാണുമ്പോൾ. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ബിൽഡാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വെയിറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ഇതിന്റെ അകത്തുള്ള കോമ്പണൻസ്. അപ്പൊ നമുക്ക് ഇതിന്റെ യൂസ് കേസ്, പിന്നെ നമ്മൾ ചാർജർ പറഞ്ഞല്ലോ A to C ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ യൂസ് കേസ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിന്റെ യൂസ് കേസ് ഞാനിപ്പോ തൽക്കാലം ഈ ഒരു ഫോൺ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റും. ഞാനത് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ ലൈവ് കാണിച്ചു തരാം. ആൻഡ്രോയിഡ് ഫോൺ C-Type ഉള്ളത് എൻ്റെ കയ്യിലില്ല. സോ നമുക്ക് ഏതായാലും ഈ ട്രാൻസ്മിറ്റർ ഞാൻ പറഞ്ഞ പോലെ ആ കണക്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇപ്പൊ 2 മൈക്കും ഞാൻ ബോക്സിൽ നിന്ന് ഓൺ ആക്കിയതുകൊണ്ട് ഇവിടെ 2 മൈക്കിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഓൺ ആക്കിയിട്ട് ഒരു മൈക്ക് തിരിച്ച് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററെ കാണിക്കുള്ളൂ. ഞാനത് തൽക്കാലം ഒരെണ്ണം എടുക്കുന്നുള്ളൂ, എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണായിട്ട് കണക്ട് ആകുമ്പോൾ തന്നെ അത് ഓണായി. ഇപ്പോൾ ഫോണിൽ നിന്നായിരിക്കും ഇത് പവർ കൺസ്യൂം ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ബാറ്ററി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഫോണിൽ നിന്ന് അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഓൺ ദ വേ നമുക്കിത് ചാർജ് ചെയ്യണം. അപ്പോൾ ഫോണും അതേപോലെ തന്നെ ഈ ട്രാൻസ്മിറ്ററും ചാർജ് കുറവാണ്, മീൻസ് റിസീവറും ചാർജ് കുറവാണെങ്കിൽ ഓൺ ദ വേ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനാണ് നമുക്ക് ഇതിന്റെ കൂടെ ഒരു C-Type കേബിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഫോണിലും ചാർജ് ആവും, അതേപോലെ തന്നെ ഈ ഒരു റിസീവറിലും ചാർജ് ആവും. അതാണ് ഇതിന്റെ ഒരു ഫങ്ഷൻ വരുന്നത്. അപ്പം ഇത് നമ്മൾ തൽക്കാലം ഇപ്പൊ ചാർജിങ് കേബിൾ ഊരാണ്. ഓക്കെ, ഇനി നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് iPhone 16 ക്യാമിൽ DJI മൈക്കിൻ്റെ ഓഡിയോ ഇൻപുട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നോർമൽ വോയിസ് ആണ്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ നോയ്സ് കേൾക്കാനുള്ളൊരു സർക്കംസ്റ്റൻസ് ഇല്ല. ഞാൻ പുറത്തുനിന്ന് ഒരു ടെസ്റ്റ് കൂടെ നടത്താം, അതിൽ നിങ്ങൾക്ക് നോയ്സ് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിൽ കണക്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പോസ് ആവുന്നുണ്ട്. സോ ഗൈസ്, ഇതിൽ പേഴ്സണലി ഈ ഒരു കണക്ട് ചെയ്യുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് വീഡിയോ പോസ് ആവുന്നുണ്ട്. സോ ഇപ്പം ഞാൻ സംസാരിക്കുന്ന iPhone 16 ഫ്രണ്ട് ക്യാമിൽ iPhone 16 തന്നെ ഓഡിയോ ഇൻപുട്ടിലാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് DJIന്റെ മൈക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൾറെഡി ഓണാണ്. ഞാനിപ്പോൾ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. ഞാൻ ഒരു തവണ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണായി. അപ്പം ഇപ്പം ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പം അത്തരത്തിലാണ് അതിൻ്റെ ഒരു യൂസ് കേസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു ടെസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. മീൻസ് ഈ ഒരു കണക്ടർ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ഓക്വേർഡ് ഫീൽ നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത്രയും വലിയൊരു സാധനം ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ബോയന്റെ മൈക്കാണെങ്കിലും അതേപോലെ തന്നെ ഹോളിലാൻഡിലെ ആ ഒരു മൈക്കാണെങ്കിൽ അതിന്റെ കണക്ടറൊക്കെ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടാണ്. അതിൽ 2 LED ഇൻഡിക്കേറ്റേഴ്സും ഒരു നോയ്സ് ക്യാൻസലേഷൻ ഇനബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ബട്ടനുമാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ എക്സ്ട്രാ നമുക്ക് ഇത്തരത്തിലുള്ള വലിയൊരു ഇതൊന്നും കൊടുത്തിട്ടില്ല. ഇതിൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും കണക്ടറിൽ ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് ഫോണിൽ നിന്ന് ചാർജ് വലിച്ച് അങ്ങനെ യൂസ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷെ ഇതിൽ ബാറ്ററിയും പിന്നെ ഈ നോയ്സ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ നോയ്സ് ലെവൽ ഞാൻ 0 വെച്ചിട്ടുള്ളത്. മീൻസ് നോയ്സ് ലെവലല്ല, വോയിസിന്റെ ലെവല്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ ഇനബിൾ ആണ്. അപ്പം ഇത് ഞാനിനി -6 മാറ്റാം. ഈ ഒരു പോയിന്റിൽ തന്നെ മൈക്ക് വെക്കാം. എന്നിട്ട് ഇത് -6 ഇത് റിവോൾവ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ -6 കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ തന്നെ ഞാൻ മൈക്ക് വെച്ചിട്ടുള്ളത്.
പിന്നെ ഇപ്പം ഞാൻ -12 മാറ്റി. അപ്പോൾ അതിൽ എന്താ വ്യത്യാസമുള്ളതെന്ന് പറയാം. ഒരേ ലൗഡ്നെസ്സിനാണ് സംസാരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വീണ്ടും മൈനസ് ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും -6 മാറ്റി. ഇപ്പം നോർമൽ 0 ഇപ്പം +6 ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പം +12 അപ്പോൾ ഒരു വോയിസിൻ്റെ ലൗഡ്നെസ്സിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ അത്രയാണ് ഇതിൽ വരുന്നത്. പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. വേറെ പ്രത്യേകിച്ച് പിന്നെ ഈ ഒരു കണക്ട് ഊരാനും ഇടാനും കുറച്ച് പാടാണ്. പിന്നെ ബാക്കി ഇൻഡിക്കേഷൻസും സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. മൈക്ക് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ പവർ ഓൺ ആണോ, പിന്നെ ഏതിലാണിത് വോയിസ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും. വോയിസ് ലെവൽ നമ്മൾ കൂടുതൽ ലൗഡ്നെസ് സംസാരിച്ചാൽ നമുക്ക് ചെറിയ ലെവലിൽ മതി വോയിസ് എന്നുണ്ടെങ്കിൽ നമ്മളത് -ലേക്ക് മാറ്റുക. അതല്ല നമ്മൾ ചെറിയ ലെവലിലാണ് സംസാരിക്കുന്നത് പക്ഷെ നമുക്ക് കൂടുതൽ വോയിസ് ഔട്ട്പുട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് +12 അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാറ്റിയെടുക്കുക. അപ്പൊ നമ്മൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് എന്നൊക്കെയാണ് സംസാരിക്കുന്നത് വെച്ചാൽ നമുക്കിത് ഒരു -6 ഇട്ട് സംസാരിച്ചാൽ മതിയാവും. അതല്ല പുറത്തുള്ള എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു +6 +12 ഒക്കെ വെച്ചിട്ട് നമ്മളെ സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളെ ഏത് എൻവയോൺമെന്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മളെ വോയിസ് ലെവല് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അഡ്ജസ്റ്റഡ് ആവുമ്പോൾ നമ്മൾ ഏത് ലെവലിൽ പോയാലും മീൻസ് ആ ഒരു കേവ് ചിലപ്പോൾ താണോ ഇറങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒരു സിനിമാറ്റിക് വീഡിയോസ് എടുക്കാനും അതേപോലെ തന്നെ കുറച്ചൊരു മൂവി ഷൂട്ട് ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. മൂവി അറിയാൻ വലിയ മൂവീസ് അല്ല, നമ്മൾ ചെറിയൊരു ഷോർട്ട് മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൈക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സോ ഇതിപ്പോ ഞാൻ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യാണ്. പവർ ബട്ടൺ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആവുന്നത്. മേലെ നോയിസ് ക്യാൻസലേഷൻ സ്റ്റാൻഡേർഡ് മോഡിലാണ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പൊ അത്രയാണ് ഇതിൽ കണക്ഷൻ അല്ലെങ്കിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന്റെ കൂടെ ഇനി പുറത്തുനിന്നുള്ളൊരു ടെസ്റ്റും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തില്ല അല്ലേ. ഓക്കെ, നമുക്കിത് പുറത്തുനിന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിന്റെ വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്യാം. സോ അത്രയൊക്കെയാണ് ഈ മൈക്കിന്റെ ഡീറ്റെയിൽസ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമ്പാറ്റബിൾ ആണ് നമ്മളെ, അതേപോലെ തന്നെ DJന്റെ കുറെ ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറും റിസീവർ മാത്രം, റിസീവർ ഓൾറെഡി അതിൽ ഇൻബിൽഡ് ഉണ്ടാവും DJന്റെ ആ ഒരു മൈക്ക് ക്യാമറയിലും അതേപോലെ തന്നെ ഇപ്പോൾ ഹാൻഡ് ക്യാമിലും എല്ലാം. അപ്പൊ അത് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ട്രാൻസ്മിറ്റർ മാത്രം വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പൊ കാശ് ആ രീതിക്ക് നമുക്ക് ലാഭിക്കാം. അല്ല നമുക്ക് ഫോണിലൊക്കെ ആണെങ്കിൽ ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു പാക്കേജ് ആയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളിത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോളി ലാൻഡും DJന്റെ ഈ ഒരു മീനിങ് കമ്പയർ ചെയ്ത് നോക്കുക. ഞാൻ രണ്ടിനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ മുന്നേ ഞാൻ ഹോളി ലാൻഡിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. കമ്പയർ ആയിട്ട് ഏതാണ് നിങ്ങൾക്ക് ഓപ്റ്റബിൾ, മീൻസ് നിങ്ങളെ യൂസ് കേസിന് ഏതാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഫണ്ടിന്റെ കാര്യം, രണ്ടിനും ഒരു പ്രൈസ് ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ. ഇതിനൊരു 16,000 ആ റേഞ്ചാണ് പ്രൈസ് വരുന്നത്, അതിനൊരു 12,000 രൂപയാണ്. പക്ഷെ അവൈലബിലിറ്റി ഇതിനാണ് കൂടുതലും തോന്നുന്നു കമ്പാരിറ്റീവ്ലി. കാരണം അത് എപ്പോഴും എല്ലാ സ്ഥലത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പം നിങ്ങൾ യൂസ് കേസ് അനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ്, പിന്നെ അതിന് നോയിസ് ക്യാൻസലേഷൻ സെറ്റപ്പ്, എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെങ്കിലും സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ആൻഡ് ഞാൻ ഇതിന്റെ ടെസ്റ്റ് ചെയ്തും കൂടെ കാണാം. ഓക്കെ, സോ ഗൈസ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് DJI മൈക്ക് മിനിന്റെ ഇൻപുട്ട് കൂടിയാണ്. അപ്പം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് DJI മൈക്ക് മിനിന്റെ മൈക്രോഫോണിൽ കൂടിയാണ്. അപ്പം ഈ ഒരു മൈക്രോഫോണിൻ്റെ ഇൻപുട്ട് എങ്ങനെയായിരിക്കും വരിക, ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെക്ക് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ഇതിൻ്റെ റേഞ്ച് അവർ പറയുന്നത് 400 meters ആണ്. അപ്പോൾ 400 meters ഒന്നും അങ്ങനെ അധികം ആരും ചെക്ക് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ വിസിബിലിറ്റി വേണമെങ്കിൽ അത്യാവശ്യം ഒരു 10 അടി 20 അടി കൂടുതൽ നമുക്ക് ക്യാമറയ്ക്ക് അധികം വിസിബിലിറ്റി കിട്ടില്ല. പിന്നെ S23 Ultra ഒക്കെ വെച്ചിട്ട് 100x സൂമിലൊക്കെ ഇട്ട് എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഇത്രയും വിസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും ഒരു 50 അടീൻ്റെ അടുത്തുണ്ടാവും. അപ്പം ഞാൻ തിരിച്ച് നിൽക്കുന്ന സമയത്ത് കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ നേരെ തന്നെ നിന്നു.
ഇപ്പം നമ്മൾ ഒരു 50 അടി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. പിന്നെ ഞാനിതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഇപ്പോൾ ഓണല്ല. ഇപ്പം ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓണായി. ഇവിടെ യെല്ലോ ലൈറ്റ് കത്തുന്നുണ്ട്, അത് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ ഇത് പവേർഡ് നോയ്സ് ക്യാൻസലേഷൻ, ഒന്നുകൂടെ സ്റ്റാൻഡേർഡിൽ നിന്ന് പവർ മോഡിലേക്ക് വരാനായിട്ട് ഈ കണക്ഷൻ ബട്ടൺ 2 സെക്കൻഡ് പ്രസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഐ തിങ്ക് ഇത് കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മീൻസ് പവേർഡ് നോയ്സ് ക്യാൻസലേഷൻ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഈ വിൻ ബ്ലാസ്റ്റ് ഒഴിവാക്കാനുള്ള ഈ ഫറ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് പ്ലേസ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, ഇതിൻ്റെ ഇത് ഓഫായി നോയ്സ് ക്യാൻസലേഷൻ. ഓക്കെ, ഇപ്പോൾ ഓണായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ളൊരു വിസിബിലിറ്റി ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ വിൻ ബ്ലാസ്റ്റ് ഒക്കെ ഉള്ള സമയത്ത് ഇത് പ്ലേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളെ യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ വിട്ട കാര്യം DJ Mimo എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വെച്ച് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫസ്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്ത പാട് മൈക്കിൻ്റെ ഇതുണ്ടോ, ഇപ്പോൾ ഈ മൈക്കാണ് യൂസ് ചെയ്യുന്നത്. അടുത്തേക്ക് വരുന്നോറും അതിൻ്റെ മൈക്കിൻ്റെ ഒരു ഇത് ഗ്രാഫ് കൂടി വരുന്നത് കണ്ടിട്ടുണ്ടോ. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഇത് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും ഗ്രാഫ് വരുന്നുണ്ടാവുക. പിന്നെ ഞാൻ ഇതിൻ്റെ വില നോയ്സ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു അഡ്ജസ്റ്റർ ഉണ്ടല്ലോ, ഇത് തിരിക്കുന്ന സമയത്ത് നമുക്കതിപ്പോൾ 0-ലാണ്. അപ്പം 6-ലേക്ക് ആകുമ്പം ഇത്തരത്തിൽ പെട്ടെന്ന് യെല്ലോയിലേക്ക് കയറി പോകുന്ന കാണുന്നുണ്ട്. ഇനി നമ്മളത് 12-ലേക്ക്, ഇപ്പോൾ 12-ലാണുള്ളത്. 12-ൽ അടുത്ത് വെക്കുമ്പോൾ റെഡിലേക്ക് കാണുന്നുണ്ട് ഗ്രാഫ് കയറുന്നത്. ഓക്കെ, അപ്പം ഞാനിത് -ലേക്ക് മാറ്റാം. ഓക്കെ, ഇതിപ്പോൾ -6-ലാണ്. അപ്പം ഞാനത് ഭയങ്കര അടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്ന വായൻ്റെ, അപ്പോഴും ഇത്രയേ വരുന്നുള്ളൂ വോയിസ്. ഇപ്പം -12-ലാണ്. അപ്പോൾ വായൻ്റെ തൊട്ടടുത്ത് വെച്ച് വായിക്കകത്ത് വെച്ച് കൊണ്ടുവച്ചാലും ഇത്രയേ സൗണ്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ബേസിക് നോയ്സ് ക്യാൻസലേഷനാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സ്ട്രോങ് നോയ്സ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഗ്രാഫ് കാണുന്നുണ്ടോ? ഞാനിത് ജസ്റ്റ് 16-ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്രാഫ് മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ 13-ൻ്റെ വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ബോയിൻ്റെ മൈക്ക് കൂടെയുള്ള ഔട്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അതാണ് വോയിസിൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാത്തത്. ഞാൻ ജസ്റ്റ് ഗ്രാഫ് മാത്രം മിമോൻ്റെ ആപ്പിൽ കാണിച്ചു തരികയാണ്. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വയേർഡ് മൈക്കിലേക്ക് ലാവ്ലിയർ മൈക്കായിട്ട് എടുക്കാൻ പറ്റില്ല. അതൊരു ഡ്രോബാക്ക് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന കണക്ടർ വന്നിട്ട് C-ടൈപ്പ് കണക്ടറാണ്. അപ്പം നിങ്ങൾ ലൈറ്റിംഗ് പോർട്ട് യൂസർ ആണെങ്കിൽ അത് പറ്റില്ല, നമുക്ക് വേറൊരു കൺവെർട്ടർ പിന്നെ മേടിക്കേണ്ടി വരും. അപ്പം കോമ്പാറ്റബിലിറ്റി C-ടൈപ്പ് വരുന്ന ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും C-ടൈപ്പ് വരുന്ന ഫോൺസ് മാത്രമാണ്. സൗണ്ട് മിക്സ് അതേപോലെ നമുക്ക് മോണോയും സ്റ്റീരിയോയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ പറയാൻ വിട്ടുപോയത് വെച്ചാൽ നമുക്ക് 2 ഡിവൈസിൻ്റെ ഇൻപുട്ട് ടേക്കിംഗ് ഡിവൈസസ് ആയിട്ട് നമുക്ക് 2 ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ 2 ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇൻപുട്ടായിട്ട് എടുത്ത് വീഡിയോയ്ക്കൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റീരിയോ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മോണോ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്പിലും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് കിട്ടും. പ്രൊഫൈലിൽ വന്നിട്ട് വയർലെസ് മൈക്രോഫോൺ സെലക്ട് ചെയ്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്യും. പിന്നെ ഡിവൈസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം കസ്റ്റമൈസേഷനൊക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ബാറ്ററീൻ്റെ കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. റിസീവർ ചാർജിങ് ആണ് കാണിക്കുന്നുണ്ട്, ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. ട്രാൻസ്മിറ്ററിൻ്റെ ബാറ്ററി ഇവിടെ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേസിൻ്റെ ചാർജ് മാത്രം ഇവിടെ കാണുന്നില്ല കേട്ടോ. അപ്പം അത്രയൊക്കെയാണ് ആപ്പിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ആപ്പിൻ്റെ പേര് DJ Mimo എന്നാണ്. അപ്പം നിങ്ങളിത് മേടിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ആപ്പ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ കാണുന്ന പോലെ DJൻ്റെ മൈക്ക് മിനി നമുക്ക് ലാപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ലാപ്പിൽ ഉപയോഗിക്കാം. ഓക്കെ, തംസ് അപ്പ് ടു ദാറ്റ് ഓൾസോ. ഇത്രയൊക്കെയാണ് നമ്മുടെ DJ മൈക്ക് മിനീൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരിക്കും
സ്റ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ഫ്രം ലെറ്റ്സ് ടോക്ക് ടെക്കി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ വീഡിയോസ് ചാനലിൽ വരുന്നുണ്ടാവും. ഷോർട്സും റീൽസും ഒക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും പിന്നെ യൂട്യൂബിലായിട്ടും ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ചാനൽ ചെക്കൗട്ട് ചെയ്യാനും ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെക്കൗട്ട് ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ടായിരിക്കും ഒരു വീഡിയോയ്ക്ക് 3 ഔട്ടർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനായിട്ടും. ഓക്കെ, അപ്പം